നമസ്കാരം. സംസ്ഥാനത്ത് മരുമകൻ ഭരണം ശക്തി പ്രാപിക്കുന്നു. കേരളീയ മാമാങ്കത്തിനായി സർക്കാർ പുതിയ ശീർഷകം തുറന്നിരിക്കുകയാണ് എന്നതാണ് വിവരം. റിയാസിന്റെ ടൂറിസം വകുപ്പിനാണ് പിണറായി സർക്കാർ കേരളീയത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. 3452 80 104 99 04 പ്ലാൻ എന്ന ശീർഷകമാണ് കേരളീയത്തിനായി ഇത്തവണ ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഈ മാസം 9-ന് പുറത്തിറങ്ങി. കേരളീയത്തിന് പണം അനുവദിക്കുന്നത് ഈ ശീർഷകത്തിലായിരിക്കും എന്നതാണ് അറിയിപ്പ്. കഴിഞ്ഞ വർഷം കേരളീയത്തിന്റെ സ്പോൺസർഷിപ്പ് പണം എത്തിയിരുന്നത് PRD ഡയറക്ടറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. 12 കോടി ഈ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയിട്ടുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തം. ഇനിയും പണം കിട്ടാനുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി സ്പോൺസർമാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. നികുതി വെട്ടിപ്പുകാരാണ് ഭൂരിഭാഗവും സ്പോൺസർമാർ എന്നതാണ് സൂചന. മുഖ്യമന്ത്രി സ്പോൺസർമാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല. ഈ വർഷം ഡിസംബറിലാണ് ഇനി കേരളീയം പരിപാടി നടത്താൻ പോകുന്നത്. സ്പോൺസർഷിപ്പ് ചെയർപേഴ്സൺ മേയർ ആര്യ രാജേന്ദ്രനായിരിക്കുമെന്നാണ് വിവരം. തലസ്ഥാനത്തെ മുതലാളിമാരുടെ കടകളിൽ നിന്ന് പണം എത്തിക്കുക എന്നതാണ് മേയറുടെ പ്രധാന ജോലി. കഴിഞ്ഞ തവണ വ്യാപകമായി പണപ്പിരിവ് നടത്തിയ കേരളീയത്തിനായി അഹോരാത്രം പണിയെടുത്ത GST അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള എബ്രഹാം റെന്നിന് തന്നെയാണ് ഇത്തവണ ആര്യയെ സഹായിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. മേയർ കസേരയിൽ ആര്യയ്ക്ക് ഇനിയൊരു ഊഴം ലഭിക്കുകയില്ല. സീറ്റ് പോലും ആര്യയ്ക്ക് കൊടുക്കരുത് എന്നതാണ് ഇപ്പോൾ CPM-ന്റെ തീരുമാനം. തലസ്ഥാനത്ത് മേയർ വിരുദ്ധ വികാരം അതിശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന വിലയിരുത്തലിലാണ് CPM-ൽ ഇത്തരമൊരു അഭിപ്രായം ഉയർന്നത്. 2025-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മേയർ കസേരയിൽ ഇരുന്നു കൊണ്ട് കേരളീയത്തിനായി പണപ്പിരിവ് നടത്താനുള്ള അവസാനത്തെ അവസരമായി അതുകൊണ്ട് മേയർക്ക് ഈ അവസരം മാറും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിരിവ് നടത്താനും സ്പോൺസർമാരെ കണ്ടെത്താനും അതുകൊണ്ട് തന്നെ ആര്യ ശ്രമിക്കുമെന്നത് ഉറപ്പ്. തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ചില CPM നേതാക്കന്മാർക്ക് ഇതിലൂടെ മറുപടി പറയാൻ സാധിക്കും എന്നത് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതീക്ഷ. ഫണ്ട് കൂടിയാൽ മുഖ്യന്റെയും മരുമകന്റെയും മുഖം കൂടുതൽ പ്രസാദിക്കും എന്നതും മറ്റൊരു വശത്ത്. തലസ്ഥാനത്തെ കോർപ്പറേഷൻ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ പോലും MLA സീറ്റ് ഇതിലൂടെ ലഭ്യമാക്കാമെന്നതാണ് മേയറുടെ കണക്കുകൂട്ടൽ. ആര് ഫണ്ട് പിരിച്ചാലും അത് റിയാസിന്റെ വകുപ്പിൽ കൊടുക്കാൻ ബാലഗോപാൽ ഉത്തരവിട്ട സ്ഥിതിക്ക് റിയാസും ഹാപ്പിയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കേരളീയത്തിന് വന്ന ലക്ഷങ്ങൾ കൊണ്ടുപോയ നടി ശോഭനയെ ഡിസംബറിൽ നടക്കാൻ പോകുന്ന കേരളീയം പരിപാടിക്ക് വിളിക്കരുത് എന്നതാണ് നിർദ്ദേശവും നൽകിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളീയത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം സെൽഫി എടുത്ത് 4-ാം മാസം BJP രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ ശോഭന രംഗത്തിറങ്ങിയത് ഇവിടെയാണ് ഓർക്കേണ്ടത്. ശോഭന വേണോ വേണ്ടയോ എന്ന മുഹമ്മദ് റിയാസ് തീരുമാനിക്കും എന്നതാണ് വിവരങ്ങൾ. കേരളീയം ഫണ്ടിന്റെ കസ്റ്റോഡിയൻ റിയാസ് ഇത്തവണ ശോഭനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തും എന്നത് തന്നെയാണ് സൂചന. ശത്രുനിരയിൽ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി കസേരയിൽ പിണറായി ഉള്ളിടത്തോളം കാലം മരുമകന് ശുക്രനാണ്. മന്ത്രിസഭയിലെ ശുക്ര നക്ഷത്രത്തിന് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് എല്ലാ ആശംസകളും.